ആദ്യം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ക്രൈംബ്രാഞ്ചിന്റെ അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നിയിലേക്കുള്ള യാത്രയിലാണ്. ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. കവർച്ചയിൽ വന്നത് വലിയ ഗൂഢാലോചനയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്വർണം വീതം വെച്ചതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ആദ്യം സുധീഷ് ഗോപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യഘട്ടത്തിൽ ചേരുന്നത്. സുധീഷ്, ഇപ്പോഴീ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ യാത്രയിലാണല്ലോ അന്വേഷണ സംഘം. ഇതിന് മുൻപ് ഇയാളെ പലതവണ ചോദ്യം ചെയ്തു. ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിലും ചോദ്യം ചെയ്യുമ്പോൾ താൻ മാത്രമല്ല ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലുള്ളത്, മറിച്ച് വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ നൽകിയ മൊഴിയിൽ ഉദ്യോഗസ്ഥ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സുധീഷ്. ദ്യൂതം ഏറ്റവും പ്രധാനമായും വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലൊരു സ്വർണ്ണ കവർച്ച പദ്ധതി ഇട്ടത് എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരടക്കമുള്ളവരുണ്ട്. കൽപേഷ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളി സഹായിയുണ്ട്. ഇവർ എല്ലാം ചേർന്ന് ഈ കവർന്ന സ്വർണം അത് വീതിച്ചെടുത്തു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ വീതിച്ചെടുക്കുമ്പോൾ അത് വളരെ ആസൂത്രിതമായി, അതായത് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട്. ഈ മുരാരി ബാബു വഴി തന്നെയാണ് ഈ സ്വർണം ഇവിടെ നിന്നും ഇളക്കി കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യ നടപടികൾ തന്നെ ആരംഭിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ മുരാരി ബാബുവിൻ്റെ ഒരു അഭ്യർത്ഥന തുടർന്നാണ് തന്ത്രിയിൽ നിന്നും ഈ സ്വർണം അഴിച്ച് സ്വർണം പൂശുന്നതിന് എന്ന രീതിയിൽ കൊണ്ടുപോകാൻ അനുമതി തേടുന്നത്. അത് ചെമ്പുപാളിയെന്ന് അതിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഈ ആസൂത്രണം ഗൂഢാലോചനയുടെ ഭാഗമായ പ്രവർത്തികൾ ആരംഭിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നതും അതിനുശേഷം ഇതിലൂടെ കവർന്ന സ്വർണം ഇതിൽ പങ്കാളികളായവർ വീതിച്ചെടുത്തു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതെങ്കിൽ തൊട്ടടുത്തതായി ഇനി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇല്ലെ കൽപേഷിനെ പോലുള്ള സഹായികൾ അടക്കമുള്ളവരിലേക്കും അറസ്റ്റിൻ്റെ നടപടികൾ നീങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചഭക്ഷണത്തിന് കോടതി പിരിയുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ അവിടെ എത്തിക്കാനാണ് തീരുമാനം. അതിന് അനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുമുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അയ്യപ്പ ഭക്തരുടെ എല്ലാം മനസ്സിൽ വലിയ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവും പ്രകോപനവും ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാന്നി കോടതി പരിസരത്താകെ തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട AR ക്യാമ്പിന് മുമ്പിലാണ്. ഇവിടേക്കും കൊണ്ടുവന്ന് ഒരു ചെറിയ സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാവുമോ കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നതിലും സംശയമുണ്ട്. എന്തു തന്നെയായാലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കി ഉച്ചഭക്ഷണത്തിന് പിരിയുന്നതിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘവും ലക്ഷ്യം വെക്കുന്നത്. അതിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുമ്പോൾ അതിൽ കൃത്യമായും ഇതിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങളും അതിൽ സൂചിപ്പിക്കുന്നുണ്ടാവും. അതിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അടക്കം പങ്കുകൾ അതിൽ സൂചിപ്പിക്കുമോ എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഇതിൽ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ തന്നെയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നേക്കാം. ഇതിന് ശേഷം ഈ റിമാൻഡ് ചെയ്താൽ കസ്റ്റഡിയിൽ വാങ്ങി ശബരിമലയിൽ അടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ എപ്പോഴത്തേക്കാകും എന്നത് സംബന്ധിച്ചാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. ഇപ്പോൾ ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കുമ്പോൾ ആ നട തുറന്ന് പ്രധാന പൂജകളെല്ലാം തീർന്ന് നട അടച്ചതിന് ശേഷം ശബരിമലയിൽ എത്തിച്ചാൽ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയുടെ പ്രസിഡന്റ് അടക്കം ശബരിമലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ആ പ്രസിഡന്റ് സന്ദർശനത്തിന് ശേഷമാകാം ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചുള്ള തെളിവെടുപ്പുകൾ നടക്കുക. എന്തു തന്നെയായാലും ഇതിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച സൂചനകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദമായി മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി പദ്ധതി ഇട്ടുകൊണ്ടാവും കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുക. എന്തു തന്നെയായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വളരെ ആസൂത്രിതമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ വ്യക്തമായ പങ്കുണ്ട്.